വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. ആരംഭം മുതൽ എന്നോട് കൂടി ഉള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുക. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ധ്യാനിക്കാം. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും സാന്നിധ്യവും എപ്രകാരമാണ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതെന്നും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപാവരങ്ങൾ എന്തൊക്കെയെന്നും ഓർപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ബൈബിളിൽ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിൽ നമ്മൾ കാണുന്നു. മാടപ്രാവായി ജ്ഞാനസ്നാന വേളയിൽ ക്രിസ്തുവിൽ വന്ന് നിറയുന്ന പരിശുദ്ധാത്മാവിനെ നാം ദർശിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അഗ്നിമയനായി അപ്പോസ്തലന്മാരിൽ മേൽ വന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നു. പഴയ നിയമ പുസ്തകത്തിൽ പലപ്പോഴും റൂഹായായി അഥവാ ഇളം കാറ്റായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യത്തെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ കൃപയാണ്. പിതാവിൽ നിന്ന് കേട്ടവയും പിതാവിൽ നിന്ന് മനസ്സിലാക്കി ക്രിസ്തു നമ്മെ പഠിപ്പിച്ചവയും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കണം. ആത്മാവിൻ്റെ ചൈതന്യമില്ലാതെ നമുക്കാർക്കും ഒരിക്കലും ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നാം ചരിക്കുന്നതും ജീവിക്കുന്നതും ആയിരിക്കുന്നതും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ നിറഞ്ഞതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം ചെയ്യേണ്ട നന്മ എന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ഈ കൃപയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യണം. എന്നാൽ ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എന്തൊക്കെയാണ് എന്നും ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നുണ്ട്. യേശു പറയുന്നു, അവർ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ പീഡിപ്പിക്കുന്നതും കൊല്ലുന്നതും എന്ന് യേശു പറയുന്നു. നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നതും മറ്റുള്ള മുമ്പിൽ നിങ്ങളെ പരിഹാസപാത്രമായി കാണുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്. അതായത് ക്രിസ്തു നമ്മെ നേരത്തെ ഓർമ്മപ്പെടുത്തുന്നു, നാം ഒരുക്കമുള്ളവരായിരിക്കുക. നാം ക്രിസ്തുവിനെ പ്രതി, അവൻ്റെ വചനത്തെ പ്രതി, അവനോടുള്ള സ്നേഹത്തെ പ്രതി പീഡനങ്ങളും നിന്ദനങ്ങളും പരിഹാസനങ്ങളും ഏൽക്കേണ്ടി വരും. നാം പലപ്പോഴും ഒറ്റപ്പെട്ടു പോയേക്കാം, മാറ്റി നിർത്തപ്പെട്ടു പോയേക്കാം. പക്ഷേ അവിടെയൊന്നും നാം തളർന്നു പോകേണ്ട. കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിന് ഇണങ്ങിയ വിധം ജീവിക്കുവാൻ വേണ്ട കൃപാവരം യാചിക്കാം. ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ നാം ഈ ഭൂമിയിലെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതുവരെ അവർ ഭയന്ന് വിറച്ച് യഹൂദരെ പേടിച്ച് ജീവിച്ചപ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിക്കുകയും തീക്ഷ്ണതയോടുകൂടി ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ചെയ്തു. അവിടെ വചനപ്രഘോഷണത്തിൻ്റെ പിൻബലം എന്തായിരുന്നുവെന്നോ, നിങ്ങൾ ക്രൂശിച്ച മിശിഹായെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. അതെ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം ഉളവാകുക തന്നെ വേണം. അവൻ്റെ കൃപയുടെ സാന്നിധ്യമില്ലാതെ
പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലില്ലാതെ നമുക്ക് ദൈവമക്കളായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടെ ആത്മാവിന് ഇണങ്ങിയ വിധം ജീവിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.